കോള് കഴിഞ്ഞിട്ട് ശ്രുതി നിധിയോട് പറയാം, അവളിത് എന്തിനുള്ള പുറപ്പെടാ? അവളുടെ കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെന്തിനാ വീട്ടിലേക്ക് വന്നത്? അതൊക്കെ തെറ്റല്ലേ? നിധിക്ക് എന്ത് തെറ്റ്? നിങ്ങൾ പുരുഷന്മാർ മാത്രം താമസിക്കുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അവള് സുഭാഷ് ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാവും. കല്യാണം കഴിഞ്ഞെന്ന് കരുതി അതിലെന്താ തെറ്റ്? ശ്രുതി പറയും, അവള് പിൻവാതിൽ വഴിയാണ് വരുന്നത്. അതിൻ്റെ കാര്യമില്ലല്ലോ. നിധിക്ക് സുനന്ദയെ അറിയില്ല, അതുകൊണ്ടാണ് എങ്ങനെയൊക്കെ പറയുന്നത്. നിധി പറയും, വെറുതെ ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അവിടെ എന്താ നടന്നത് പോലും നിങ്ങൾ കണ്ടില്ലല്ലോ. ആദ്യം വണ്ടി അങ്ങോട്ട് വിട്. നികേഷ് സുനന്ദ വീട്ടിലേക്ക് വന്ന കാര്യം ഹരീഷിനെയും വിളിച്ച് പറയും. ഹരീഷും പറയും, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. സുനന്ദ സുഭാഷിനോട് ആവശ്യപ്പെടുകയാണ്, സുഭാഷ് ഏട്ടാ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം. സുഭാഷ് ഏട്ടന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. എനിക്ക് അതിന് ഭാഗ്യമുണ്ടായില്ല. സുഭാഷ് ഒന്ന് മൂളും. ഈ വീടും അടുക്കളയും ഞാൻ എന്നും ഓർത്തിരിക്കും. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇതെനിക്ക് മറക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞോളൂ. സുഭാഷ് ചോദിക്കും, എന്താ? ഞാൻ അശ്വിനെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വരട്ടെ? അയാൾ വരുമോ? സുനന്ദ പറയും, ഉറപ്പായിട്ടും വരും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പോലും പറഞ്ഞിട്ടാണ് വന്നത്. എപ്പോഴാണ് വരേണ്ടതെന്ന് സുനന്ദ ചോദിക്കുമ്പോൾ സുഭാഷ് പറയും, രാത്രി. ഇവിടെ നിന്നാവാം ഇന്ന് ഭക്ഷണം. സുനന്ദ പറയും, ശരി സുഭാഷ് ഏട്ടാ. അത് മറിഞ്ഞ് സുനന്ദ അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് എത്തിക്കഴിഞ്ഞു. അവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാണ്. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് അവൾക്ക് സുഭാഷ് ഏട്ടനോട് സംസാരിക്കാൻ പറ്റില്ലെന്നാണോ? നിങ്ങളുടെയൊക്കെ ഈ ചിന്താഗതിയാണ് മാറ്റേണ്ടത്. സുഭാഷ് പുറത്തേക്ക് വരുമ്പോൾ അവരെ 4 പേരെയും കാണും. സുഭാഷ് ചോദിക്കും, നിങ്ങളെന്താ ഈ സംസാരിക്കുന്നത്? ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? നന്നായിരുന്നു സുഭാഷ് ഏട്ടാ. നാളെ ഒരു HR ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്. അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇത് കേൾക്കുമ്പോൾ സുഭാഷിന് സന്തോഷവും. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ കൂടെ ഫലമാണ് കേട്ടോ ഇത്. നിധി പറയും, അതിലെനിക്ക് സംശയമൊന്നുമില്ല. അവരെല്ലാവരും അകത്തേക്ക് പോവാണ്. ശ്രുതി ചോദിക്കും, സുഭാഷ് ഏട്ടാ ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നോ? സുഭാഷ് പറയും, ഇന്നിവിടെ സുനന്ദ വന്നിരുന്നു. അല്ല, ഇത് നീ എങ്ങനെ അറിഞ്ഞേ? ശ്രുതി പരിങ്ങി കളിക്കുമ്പോൾ ഹരീഷ് ചോദിക്കും, അവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? സുഭാഷ് പറയും, അതിനെന്താ, അവള് യാത്ര പറയാൻ വന്നതാ. ഹരീഷ് ചോദിക്കും, അതിന് പിൻവാതിലൂടെ വരണോ? നേരെ വന്നൂടെ? എടാ, അവൾ എന്നും വരുന്ന വഴിയല്ലേ അത്. പിന്നെ അവൾ വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അവൾ നാളെ തിരിച്ചു പോവാണ്. അവർ രാത്രി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കൊന്നും ഇഷ്ടാവില്ല. ശ്രുതിക്ക് അതെന്തിനാ? സുഭാഷ് പറയും, അവളെന്നോട് രാത്രി ഹസ്ബൻഡിനെയും കുട്ടി ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. എങ്ങനെയാടാ വേണ്ടാന്ന് പറയാം? ഞാൻ പറഞ്ഞു വന്നോന്ന്. ശ്രുതി പറയും, സുഭാഷ് ഏട്ടാ എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നില്ല. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഇപ്പോൾ ഇതാ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി സൽക്കരിക്കുന്നു. നിധി സുഭാഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ശ്രുതി പറയോ, അനിയത്തിയുടെ സപ്പോർട്ടും ഉണ്ടല്ലോ. സുഭാഷ് പറയും, നിങ്ങൾ ചായ കുടിക്കും, ഞാൻ പുറത്തു പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരാം. നിധി നികേഷിനോട് പറയും, നികേഷേ നീ കണ്ടുപഠിക്കേണ്ടത് സുഭാഷ് ഏട്ടനെ, അല്ലാതെ കാളവെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന നിൻ്റെ 2 ഈ ചേട്ടന്മാരെ അല്ല. അത് കേൾക്കുമ്പോൾ നികേഷിന് സന്തോഷമാവും. നികേഷ് പറയും, ശരിയായിട്ടെത്തി. സുഭാഷ് ഏട്ടനെ മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധി പോരാ. സുഭാഷ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കൂടെ നിധിയും ഉണ്ട്. നികേഷും ഹരീഷും ശ്രുതിയും കൂടെ ഡൈനിങ് ഹാളിൽ ഇരിക്കുകയാണ്. നികേഷ് പറയും, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നികേഷ് പോയി നോക്കുമ്പോൾ സുഭാഷ് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കേട്ടിട്ട് ഹരീഷും ശ്രുതിയും കൂടെ ഇതിനെ കളിയാക്കുകയാണ്. ശ്രുതി പറയും, ഒരു പായസം കൂടി ആവായിരുന്നു. ഇത് കേൾക്കുമ്പോൾ സുഭാഷ് പറയും, അത് ശരിയാണല്ലോ. എടാ നികേഷേ, നീ പോയിട്ട് 2 ലിറ്റർ പാലും ഒരു സേമിയ വാങ്ങിച്ചിട്ട് വാ. എൻ്റെ ഷർട്ടിൻ്റെ കീശയിൽ കാശുണ്ടാവും. ആ സമയത്ത് അച്ഛനും കൂടെ വരും. അച്ഛൻ പറയും, മത്തിയോ? മത്തി മുളകൊക്കെ ഇട്ട് കപ്പയും കൂട്ടി കഴിക്കാം. ഇത് കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇന്നെന്താ ഇവിടെ വല്ല പിറന്നാളുണ്ടോ? സുനന്ദ വരുന്ന കാര്യം പറയുമ്പോൾ അച്ഛന് ദേഷ്യം വരും. അച്ഛൻ സുഭാഷിനെ കുറേ ചീത്ത പറയും. സുഭാഷിനെ സപ്പോർട്ട് ചെയ്ത് നിധി സംസാരിക്കുമ്പോൾ അച്ഛൻ പറയും, അവള് ഇവനെ തേച്ചിട്ട് പോയി. അത് കേൾക്കുമ്പോൾ ശ്രുതി പറയും, സുനന്ദ തേച്ച് പോയിട്ടൊന്നുമില്ല, അവൾ ധൈര്യമായിട്ട് ഇങ്ങ് വന്നു. കെട്ടാൻ ഭയം നിങ്ങളുടെ മകന് തന്നെയായിരുന്നു. അച്ഛൻ പറയും, എന്ത് തന്നെ ആയാലും അവളിങ്ങോട്ട് വരണ്ട. സുഭാഷ് എത്ര പറഞ്ഞിട്ടും അച്ഛൻ സമ്മതിക്കുന്നില്ല. അച്ഛൻ അവരെയും അവരുടെ കുടുംബത്തിനൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. സുഭാഷ് ദേഷ്യം വന്നിട്ട് കരണ്ടി എടുത്തിട്ട് നിലത്തെറിയാണ്. അവളോട് ഞാൻ വരാൻ പറഞ്ഞു, അവൾ വരികയും ചെയ്യും. അത് കാണാൻ അച്ഛന് താല്പര്യമില്ലെങ്കിൽ ആ സമയത്ത് അച്ഛനെ എങ്ങോട്ടെങ്കിലും പോയിക്കോ. വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അച്ഛൻ പറയും, ആയിക്കോട്ടെ, നിങ്ങളുടെയൊക്കെ ഇഷ്ടം. അല്ലെങ്കിലും എൻ്റെ വാക്കിന് വിലയൊന്നുമില്ലല്ലോ. നീ ഇങ്ങനെ എല്ലാവരുടെ മുന്നിലും കുനിഞ്ഞു നിന്ന് ജീവിച്ചോ. അവസാനം മുതുകിലൊരു കോന് വരും. നാട്ടുകാരൊക്കെ പറയും, ഭാസ്കരൻ്റെ മൂത്ത മോൻ വായിലെ വിരലിട്ടാൽ പോലും കടിക്കാത്ത ഒരുത്തനാണ്. ജീവിക്കുമ്പോൾ ആണായിട്ട് ജീവിക്കുക. പക്ഷേ സുഭാഷ് ഇതിനൊന്നും മറുപടി പറയാൻ നിൽക്കുന്നില്ല.